തൃശ്ശൂർ പൂരം തുടക്കവും അവസാനവും വരെ തൃശ്ശൂർ പൂരം മതാചാരത്തിന്റെ ഭാഗമായ ക്ഷേത്ര ഉത്സവത്തിന്റെ അവിഭാജ്യ ഘടകമാണ് പൂരങ്ങൾ. തൃശ്ശൂർ പൂരം തിരുവമ്പാടി ഭഗവതിയുടെയും പാർമേക്കാവ് ഭഗവതിയുടെയും ചൈതന്യത്തിന്റെ പരസ്പര പൂരകമായ മംഗളമുഹൂർത്തമാണ്. തൃശ്ശൂർ പൂരം മതപരമായ ചടങ്ങാണ്. തൃശ്ശൂർ പൂരത്തെ മതപരമായ ചടങ്ങല്ല എന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് തൃശ്ശൂർ പൂരത്തെ ഹിന്ദു സമൂഹത്തിൽ നിന്ന്, ഹിന്ദു സാംസ്കാരിക ക്ഷേത്ര ഉത്സവത്തിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ് നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ പ്രതിനിധിയായ ദേവസ്വം മന്ത്രിയുടെ പ്രസ്താവന. ദേവസ്വം മന്ത്രി പറയുന്നത് മതചിഹ്നങ്ങൾ പാടില്ല തൃശ്ശൂർ പൂരത്തിന്. മതചിഹ്നങ്ങളില്ലെങ്കിൽ തൃശ്ശൂർ പൂരം ഇല്ല. മതമില്ലെങ്കിൽ തൃശ്ശൂർ പൂരം ഉണ്ടാവില്ല. പുത്തമ്പള്ളി പെരുന്നാളിന് കുരിശു പാടില്ല എന്ന് പറയുന്നത് പോലെയാണ്. നാളെ ഇനി അതും പറയും. പുത്തമ്പള്ളി പെരുന്നാളിൽ കുരിശും പാടില്ല, യേശുക്രിസ്തുവും പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പെരുന്നാളുണ്ടോ? അതേപോലെയാണ് വാസവൻ്റെ പ്രസ്താവന. ഒന്നുകിൽ വാസവന് വിവരക്കേട്, അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാവാം. തെറ്റുപറ്റുന്നത് തിരുത്താൻ മന്ത്രി തയ്യാറാവണം. കാരണം ഇത് മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇപ്രാവശ്യം തിരുത്തിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഈ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് പലരും പലതരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കും. അന്ന് പ്രതിഷേധിച്ചിട്ടില്ലല്ലോ, തിരുത്താൻ ആവശ്യപ്പെട്ടില്ലല്ലോ എന്ന് പറയും. അതുകൊണ്ടാണ് വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, മന്ത്രി വാസവന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി അദ്ദേഹം മാപ്പ് പറയണം. തെറ്റുപറ്റിയതാണ്, അത് തിരുത്തി ആ സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിച്ച് അത് തിരുത്തി മാപ്പ് പറയണം. അതല്ല എന്നുണ്ടെങ്കിൽ മന്ത്രി വാസവൻ ദേവസ്വം മന്ത്രിയായിരിക്കാൻ യോഗ്യനല്ല. മന്ത്രി വാസവന് ദേവസ്വം മന്ത്രിയായിരിക്കാൻ യോഗ്യതയുണ്ടെങ്കിൽ ക്ഷേത്ര ഉത്സവത്തെക്കുറിച്ച്, ക്ഷേത്ര ആചാരത്തെക്കുറിച്ച്, ക്ഷേത്ര സംസ്കാരത്തെക്കുറിച്ച് അറിയണം. തൃശ്ശൂർ പൂരത്തിൽ മതചിഹ്നം പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കോലം എഴുന്നള്ളിക്കാൻ പറ്റുമോ? ഭഗവതിയുടെ കോലം എഴുന്നള്ളിക്കാൻ പറ്റുമോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു സാമാന്യ മര്യാദയില്ലേ? സാമാന്യ മര്യാദയുടെ അതിർത്തി ലക്ഷ്മണരേഖ ലംഘിച്ചുകൊണ്ടാണ് വാസവൻ്റെ പ്രസ്താവന. തൃശ്ശൂർ പൂരത്തിൻ്റെ ചുമതലയുള്ള മന്ത്രി രാജനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, രാജൻ ഈ അഭിപ്രായത്തെ അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ ഒരിക്കൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, മന്ത്രിക്ക് തെറ്റുപറ്റിയതാണെങ്കിൽ അത് തെറ്റുപറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രസ്താവന പിൻവലിക്കണം. തെറ്റുപറ്റി എന്ന പ്രസ്താവന പിൻവലിച്ചില്ലെങ്കിൽ ആ പ്രസ്താവനയിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്ന് വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ രാജൻ നിലപാട് വ്യക്തമാക്കണം. തൃശ്ശൂർ പൂരത്തിൻ്റെ ചുമതലയുള്ള റവന്യൂ മന്ത്രി നിലപാട് വ്യക്തമാക്കണം. അദ്ദേഹം പറയണം, വാസവന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ വാസവൻ തിരുത്തണം, അല്ലെങ്കിൽ രാജൻ വാസവനെ തിരുത്തണം. ഇത് രണ്ടുമല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഹിഡൻ അജണ്ടയാണ്. തൃശ്ശൂർ പൂരം ക്ഷേത്രത്തിൽ നിന്ന്, ക്ഷേത്ര ചൈതന്യത്തിൽ നിന്ന്, ക്ഷേത്ര ഉത്സവത്തിൽ നിന്ന്, ഹിന്ദു സമൂഹത്തിൽ നിന്ന്, ഹിന്ദു സംസ്കാരത്തിൽ നിന്ന്, ഹിന്ദു മതത്തിൽ നിന്ന് തൃശ്ശൂർ പൂരത്തെ അടർത്തി മാറ്റാനുള്ള ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ് ഈ നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചെയ്യുന്നത് എന്ന് വ്യക്തമാണ്. വാസവൻ ഇത് പിൻവലിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. രാജൻ അത് തിരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ വാസവൻ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, മതചിഹ്നം പാടില്ല എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മന്ത്രി വാസവനെ ദേവസ്വം മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണം. അദ്ദേഹത്തിന് പറ്റിയത് വനംവകുപ്പാണ്. കാരണം നാട്ടിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുകയാണ്. മന്ത്രിസഭയ്ക്ക് വന്യമൃഗങ്ങളുമായി സംസാരിച്ച് വന്യമൃഗങ്ങളെ കാട്ടിലേക്ക് കയറ്റേണ്ട ഒരാളെ ആവശ്യമുണ്ട്. അതിന് പറ്റിയ ആൾ വാസവനാണ്. കാരണം ക്ഷേത്ര സംസ്കാരവും ക്ഷേത്ര ആചാരവും ക്ഷേത്രത്തിൽ നടക്കുന്ന അതിൻ്റെ പാരമ്പര്യമൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ ദേവസ്വം മന്ത്രിയായിട്ട് ഇരിക്കരുത്. ഞാൻ ഒരിക്കൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, മന്ത്രി വാസവന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക, പിൻവലിക്കുക, മാപ്പ് പറയുക. അല്ലെങ്കിൽ നിലപാട് വ്യക്തമാക്കണം രാജൻ.
രാജൻ തിരുത്താൻ തയ്യാറാവണം. കാരണം പൂരത്തിൻ്റെ ചുമതല രാജനാണ്. ഈ കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാട് എടുത്തേ പറ്റൂ. ആ നിലപാട് എടുത്തില്ലെങ്കിൽ ശക്തമായിട്ട് ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടി വരും.